എഴുത്തുകാരനാണ്, പ്രാസംഗികനുമാണ്. അതിനപ്പുറം നല്ലൊരു കർഷകൻ കൂടിയാണ് നിലമ്പൂരിലെ ഇടത് സ്ഥാനാർത്ഥി എം സ്വരാജ്. നിലമ്പൂരിലെ വീട്ടുവളപ്പിലെ സ്വരാജിന്റെ കൃഷിത്തോട്ടം ഫലവൃക്ഷങ്ങളാൽ സമ്പുഷ്ടമാണ്. നമുക്കൊന്ന് കണ്ടുവരാം. കെപ്പൽ, ജമ്പൊട്ടിക്കാമ്പ, മുട്ടിപ്പഴം, തായ്ലൻഡ് ചാമ്പ, കോശേരി മാവ്. കൃഷിത്തോട്ടത്തെക്കുറിച്ച് ഇനി സ്വരാജ് തന്നെ വിവരിക്കട്ടെ. വിയറ്റ്നാം സൂപ്പർ ഏളി എന്നാ പറയുക ഈ പ്ലാവ്. അതാണ് ഇത് നാടനാണ് ഈ പ്ലാവ്. അതുപോലെ ഇത് പകുതി വെച്ച് പോയിരുന്നു, പിന്നീട് അത് പൊട്ടിമുളച്ച് വീണ്ടും അതിജീവിച്ചു വന്നു. ഇതെനിക്ക് തന്നത് ജയൻ എന്ന് പറയുന്ന ഒരാളാണ്. പ്ലാവ് ജയൻ എന്ന് പറയും, കേട്ടിട്ടുണ്ടോ അങ്ങനത്തെ പേര്? തൃശ്ശൂർ ഇരിങ്ങാലക്കുടക്കടുത്തുള്ള ആളാണ്. അദ്ദേഹം ജീവിതം മുഴുവൻ പ്ലാവിന് വേണ്ടി സമർപ്പിച്ചത്. അങ്ങനെയുള്ള മനുഷ്യർ നമ്മുടെ ഇടയിലുണ്ടെന്നാണ്. അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളുണ്ട്, പ്ലാവിനെ സംബന്ധിച്ച്, മണ്ണിനെ സംബന്ധിച്ച് എഴുതിയ പുസ്തകങ്ങളുണ്ട്. പലതും സുഹൃത്തുക്കൾ സമ്മാനിച്ചതാണ്. പഴങ്ങൾ ജീവനാണ് ഇടതു സ്ഥാനാർത്ഥി എം സ്വരാജിന്. വായനയ്ക്കും പ്രഭാഷണങ്ങൾക്കും പൊതുപ്രവർത്തനത്തിനുമൊക്കെ ഇടയിൽ നിലമ്പൂരിലെ ഒരു നാടൻ കർഷകന്റെ റോഡിലേക്ക് സ്വരാജ് ഇടയ്ക്കിടെ തിരിയാറുണ്ട്. പഴങ്ങൾക്ക് പോലും രാഷ്ട്രീയമുണ്ടെന്നാണ് സ്വരാജിന്റെ പക്ഷം. ഇതിന്റെ ഫലം ഭക്ഷിച്ചാൽ വിയർപ്പിന് സുഗന്ധം വരും എന്നാണ് ഒരു വിശ്വാസം. അത് ഇതിലുണ്ടായിട്ട് നമ്മൾ കഴിച്ചു നോക്കിയാൽ മാത്രമേ സത്യമാണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അത്രമാത്രം വിശിഷ്ടമാണെന്ന് കരുതപ്പെട്ടതുകൊണ്ട് ഇത് രാജാക്കന്മാർക്കും റാണിമാർക്കും ഒക്കെ മാത്രമേ ഉപയോഗിക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അപ്പൊ ഇത് ഏതെങ്കിലും ഒരു സാധാരണക്കാരൻ വെച്ചുപിടിപ്പിച്ചു കഴിഞ്ഞാൽ അയാളെ കൊന്നുകളയുക എന്നുള്ളതായിരുന്നു. തിരഞ്ഞെടുപ്പ് തിരക്കായാലും സ്വരാജ് തോട്ടത്തിലേക്ക് അല്പസമയം എത്താറുണ്ട്. വീണ്ടും തിരഞ്ഞെടുപ്പ് തിരക്കുകളിലേക്ക്. സ്വാതി കൃഷ്ണയ്ക്കൊപ്പം ശ്രീകുമാരൻ, ടീം 24, നിലമ്പൂർ.